എല്ലാവർക്കും എൻ്റെ അശ്വതി രേവതി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മണി പ്ലാന്റുകളുടെ പ്രത്യേകതയും നമ്മൾക്ക് അവ കൊണ്ടുവരുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചുമാണ്. ഇവ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. ഇനി ജോലിക്ക് പോവാതെ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കണ കാര്യമല്ല പറയണേ. നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് വരുന്ന ഭാഗ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊന്നും നിലനിൽക്കണില്ല, എല്ലാം ചിലവായി പോവുകയാണ്. വെറുതെ അനാവശ്യ ചിലവുകൾ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഈ മണി പ്ലാന്റിനെ കുറിച്ചിട്ട് പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് മണി പ്ലാന്റ് ഉണ്ട്. അത് നമ്മളുടെ പൈസ, ജോലി, വിദ്യാഭ്യാസം എല്ലാം സൂചിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. ഇനി ഇത് മുകളിലേക്ക് കയറി പോകുന്ന രീതിയിലാണ് സാധാരണ വളർത്താറുള്ളത്. താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് ഒരു നെഗറ്റീവാണ്. നമ്മളുടെ വളർച്ച താഴേക്ക് പോകും എന്ന് ഉദ്ദേശിക്കുന്നു. സമ്പത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു. അതായത് നമ്മുടെ സമ്പത്തെല്ലാം പോവാതെ പിടിച്ചു നിർത്താൻ ഈ മണി പ്ലാന്റിന് ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കുറേ ചിലവൊക്കെ ചുരുക്കി പരമാവധി അത് നോക്കണം. പക്ഷേ നമുക്കത് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ഗോൾഡൻ പോത്തോസ് ഉണ്ട്. ഇതാണ് ഗോൾഡൻ പോത്തോസ്. ഇത് നമ്മുടെ വീട്ടിലെ ഭാഗ്യം, കീർത്തി, ഐശ്വര്യം എല്ലാം കൊണ്ടുവരും എന്ന് പറയപ്പെടുന്നു. ഇനി വേറൊരു തരം പോത്തോസ് ഉണ്ട്, എൻജോയ് പോത്തോസ്. ഇതും നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ വളരെ ഭാഗ്യമാണെന്ന് പറയപ്പെടുന്നു. എത്ര തന്നെ സൂക്ഷിച്ച് വെള്ളം കൊടുക്കുന്നുവോ അത്ര തന്നെ നമുക്ക് ലാഭം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗോൾഡൻ പോത്തോസിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞല്ലോ, അത് കീർത്തി, ഐശ്വര്യം ഒക്കെ നമുക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇതിനൊന്നും വലിയ കാശ് ചിലവൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു സാധാരണ നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്ത്, അതായത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത്, തെക്ക് കിഴക്ക് ഭാഗത്ത്. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നമ്മൾ തെക്കേ കിഴക്ക് ഭാഗത്ത് അത്ര വെക്കേണ്ട ആവശ്യമില്ല. കിഴക്ക് ഭാഗത്തും വടക്ക് കിഴക്കു ഭാഗത്തുമാണ് ഫെങ് ഷൂയിലെ നമ്മൾ വെള്ളത്തിനെ പ്രതിനിധീകരിക്കുന്നത്. ചിലർക്ക് തെക്ക് കിഴക്ക് ചെറിയ ഒരു പോണ്ടൊക്കെ ആവാം, പക്ഷേ അതത്ര നല്ലത്, മിക്കവർക്കും അത് ചേരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കിഴക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ മെയിൻ റൂമിൽ, അതായത് കടന്നു വരുന്ന റൂമിനെയാണല്ലോ നമ്മൾ മെയിൻ റൂമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ ഗസ്റ്റ് റൂം, ഫ്രണ്ട് റൂം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അവിടെ വയ്ക്കാം. ഈ മണി പ്ലാന്റ് നമുക്ക് വെള്ളത്തിൽ കുറച്ച് കല്ലൊക്കെ ഇട്ട് വെച്ച് അത് അവിടെ വളർന്നിരിക്കും. എപ്പോഴും അത് സൂക്ഷിക്കേണ്ടത് നമ്മൾ വൃത്തിയുള്ള ഇതിൽ വെക്കും. പാത്രമായാലും സ്ഥലമായാലും എല്ലാം വൃത്തിയാക്കിയിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. ഇനി ഈ ജെയ്ഡ് മണി പ്ലാന്റ് ഉണ്ട്. ഇതാണ് ഈ ജെയ്ഡ് മണി പ്ലാന്റ്. ഇതൊരു ഡബിൾ കളറായിട്ടുള്ള മണി പ്ലാന്റ് കണ്ടോ. മഞ്ജുള പോത്തോസ്, നിയോൺ പോത്തോസ്, ഗോൾഡൻ പോത്തോസ്, ഇതിലെല്ലാം ഒരു കളറ് വരുന്നുണ്ട്, ഗോൾഡൻ കളറ്. ചിലത് മഞ്ഞ കളറാവുമ്പോൾ ഒന്നാലും അതിന് വെള്ളം കുറഞ്ഞിട്ടാവും, അതത്ര നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതുപോലെ നമുക്ക് ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഈ നിയോൺ പോത്തോസ് വളർത്താം.
ഇതാണ് സാറ്റിൻ പോത്തോസ്. ഒരു സാറ്റിൻ്റെ പോലെയാണ് ഇത് ഉണ്ടാവുക. ഇനി ഇത് കണ്ടുവോ? ഇതും എല്ലാം നമ്മൾ മണി പ്ലാന്റിനെ പൊതുവെ പറയുക മണി റിലേറ്റഡ് ആയിട്ടാണ് എല്ലാവരും പറഞ്ഞ് നമ്മൾക്ക് അറിവുള്ളത്. നമ്മൾ കുറേ ചെടികളൊക്കെ വളർത്തൂല്ലേ, അതിന് പകരം നിങ്ങൾ ഇന്ന് തൊട്ട് ഇത് വളരെ എളുപ്പമാണ് വളർത്താനും. ഇതൊന്ന് ചെയ്തു നോക്കി നോക്കൂ. ഇന്ന് മുതൽ നിങ്ങൾ കുറേ കുപ്പികൾ, ഇതിന് മണ്ണ് പോലും ആവശ്യമില്ല. നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കി നോക്കൂ. ഇല കൊഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വളർച്ചയെ കുറയ്ക്കുന്നു എന്ന് പറയുന്നു. ഈ ജെയ്ഡ് മണി പ്ലാന്റ് തന്നെ അത് ഒരു കല്ല്, ജെയ്ഡ് പോലത്തെ ഒരു കല്ല്, ഭാഗ്യം ഉള്ള ഒരു ജെയ്ഡ് പ്ലാന്റ് തന്നെ ഉണ്ട്. 2 തരം 3 തരം ജെയ്ഡ് പ്ലാന്റിനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് ജെയ്ഡ് പ്ലാന്റ് എന്ന്. നമുക്കിപ്പോൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഒരു കുട്ടികളുടെയിലും എല്ലാം ഒരു ഭാഗ്യം വരണം, അതാണ് നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ എൻജോയ് പോത്തോസ്, നിയോൺ പോത്തോസ്, കിളിപ്പച്ച കളറാണ് ഈ നിയോൺ പോത്തോസ്. അത് രാഷ്ട്രീയമായിട്ടും പിന്നെ സമൃദ്ധി, ആകർഷണ സ്വഭാവം എല്ലാത്തിലും ഇങ്ങനെയാണ് പറയുന്നത്. ഈ എൻജോയ് പോത്തോസാണ് പച്ചയും വെള്ളയും കലർന്നത്. മഞ്ജുള പോത്തോസൊക്കെ നമുക്ക് ടേബിളിൽ വെക്കാം, ധനാകർഷണമാണ് പറയുന്നത്, ഓഫീസിലും ഒക്കെ വെക്കാം. വലിയ എപ്പോഴും പറയണു കേട്ടോ, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പണിക്ക് പോ, ജോലിക്ക് പോ എന്നൊക്കെ ഇങ്ങനെ പറയും. അതിന് പുറമെ നമ്മളുടെ ഈ മണിയെ പോസിറ്റീവായിട്ട് നമ്മളിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. വലിയ ഇലയായിട്ടുള്ളത് നമുക്ക് മരത്തിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടില്ലേ വലിയ ഇലയാവണത്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ മുന്നിലും, അതായത് കിഴക്ക് ഭാഗങ്ങൾ നോക്കിയിട്ട് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇത് വലിയ ഇലയായിട്ടുള്ളത് പച്ച വെള്ള ഇലയായത്, ഇത് ചെറുതുമുണ്ട്, ഇതിൻ്റെ തന്നെ വലിയ പോത്തോസും ഉണ്ട്. അപ്പോൾ ഈ മഞ്ജുള പോത്തോസാണ് ഞാൻ